ഇന്നിവിടെ ഈ മീറ്റ് ദി പ്രസ് പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച സംഘാടകർക്കും ഇതിൽ സംബന്ധിക്കുന്ന മാധ്യമപ്രവർത്തകർക്കും ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. കേരളത്തിന് മുഴുവൻ അപമാനകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ കേരളം കടന്നു പോകുന്ന ഘട്ടത്തിലാണ് നിങ്ങളെന്നെ ഈ മീറ്റ് ദി പ്രസ്സിന് ക്ഷണിച്ചിട്ടുള്ളത്. കാരണം രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മുഖ്യമന്ത്രി സ്വർണ്ണക്കടത്തിന് നേതൃത്വം നൽകി അല്ലെങ്കിൽ അതിൽ പങ്കാളിയായി എന്നുള്ള ആരോപണം ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു മുഖ്യമന്ത്രിക്കെതിരായിട്ടും ഉയർന്നിട്ടില്ലാത്ത ഒരു ആരോപണമാണ്. മറ്റു പല അഴിമതി ആരോപണങ്ങളും രാജ്യത്ത് പല മുഖ്യമന്ത്രിമാർക്കും എതിരായിട്ട് ഉയർന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെയുള്ള ഒരു ആരോപണം ഇന്ന് വരെ ആർക്കെതിരായിട്ടും ഉയർന്നിട്ടില്ല. മാത്രമല്ല, അത് കേവലം ഒരു ആരോപണമായിട്ട് ഉന്നയിക്കപ്പെടുകയല്ല ചെയ്തിട്ടുള്ളത്. കോടതിയുടെ മുൻപാകെ നാളെ ആ മൊഴിയുടെ വിശ്വാസ്യതയെ സംബന്ധിച്ചോ ആ മൊഴിയുടെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചോ വേണമെങ്കിൽ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ നിയമ നടപടിക്കടക്കം വിധേയമാകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മൊഴി, അങ്ങനെയൊരു മൊഴിയിലാണ് ഈ വിവരം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മാത്രമല്ല, ഈ വ്യക്തിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കം ശിക്ഷാ നടപടി അല്ലെങ്കിൽ പോലും ജയിലിൽ കിടന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ കേസിൻ്റെ ഗൗരവം, പ്രത്യേകിച്ച് സംസ്ഥാന വിജിലൻസ് ഉൾപ്പെടെ ഈ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പങ്കാളിയായിരുന്നു എന്നുള്ളത് കണ്ടെത്തി എന്നുള്ളത് ഈ ആരോപണങ്ങളുടെയും ഈ മൊഴിയുടെയും ഒക്കെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇതിനെ സംബന്ധിച്ച് ധാരാളം തെറ്റിദ്ധാരണകളും ധാരാളം ചോദ്യങ്ങളും പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ഇന്ത്യ ഭരിക്കുന്നിടത്തോളം കാലം ഒരു അഴിമതിക്കാരനും ഒരു കള്ളക്കടത്തുകാരനും നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോവില്ല എന്നുള്ള കാര്യത്തിൽ ഞാനത് ഉറപ്പിച്ച് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഉണ്ടാകില്ല എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ മുഖ്യമന്ത്രിയുടെ ഒഴിഞ്ഞുമാറൽ, മുഖ്യമന്ത്രി ഇന്നലെയും പ്രവാസികളുടെ മുന്നിൽ വെച്ച് പ്രവാസികളുടെ പേര് പറഞ്ഞുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പക്ഷേ ഇക്കാര്യത്തിൽ അദ്ദേഹം ഒരക്ഷരം മിണ്ടുന്നില്ല. നിങ്ങളുടെ മുന്നിൽ എല്ലാ ദിവസവും 6 മണിക്ക് വന്നിരുന്ന് നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിരുന്ന ആളാണ് അദ്ദേഹം ഒരു കൊല്ലകാലത്തോളം. ഈ കാര്യം വിശദീകരിക്കാൻ എന്താ നിങ്ങളുടെ മുന്നിൽ വരാത്തത്? നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ അവസരം തരാത്തത്? അപ്പോൾ അതിനർത്ഥം ഒരു പരിഭ്രാന്തി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, അത് തുടക്കം മുതൽ തന്നെ അത് വ്യക്തമായിരുന്നു. അന്വേഷണ ഏജൻസികൾക്കെതിരായിട്ട്, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികൾക്കെതിരായിട്ട് ആ അന്വേഷണ ഏജൻസികൾ ഗൂഢാലോചന നടത്തിയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ കമ്മീഷന് വെക്കുക എന്നുള്ള അപഹാസ്യമായിട്ടുള്ള സമീപനമടക്കം ഈ സർക്കാർ എടുത്തു. അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങളാണ് കത്തയച്ചത് എന്ന് പറയുന്ന ആളുകൾ ആ അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം അന്വേഷണത്തെ തടസ്സപ്പെടുത്താനുള്ള ശ്രമം, ആ ശ്രമം നിരവധി തവണ നടന്നു. CBI വടക്കാഞ്ചേരി കേസ് അന്വേഷിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി വരെ പോയി. ഒരു വശത്ത് അന്വേഷണം ആവശ്യപ്പെട്ടത് ഞങ്ങളാണെന്ന് പറയുകയും അന്വേഷണ ഏജൻസികൾക്ക് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ ഇതിലെന്താണ് യഥാർത്ഥത്തിൽ അവരുടെ നിലപാട് എന്നുള്ളതിനെക്കുറിച്ചുള്ള സംശയമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു സമീപനം, ഇത്തരത്തിലുള്ള ഒരു സമീപനമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ ഒളിച്ചോടുന്ന സമീപനം അദ്ദേഹം അവസാനിപ്പിക്കണം. അദ്ദേഹം ഭരണാധികാരി എന്നുള്ള നിലയിൽ ഈ കേസിൽ, ഈ വിഷയത്തിൽ ആരോപണ വിധേയനായിട്ടുള്ള ആൾ എന്നുള്ള നിലയിൽ അദ്ദേഹം കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കാൻ തയ്യാറാവണം. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് അഗ്നിപഥ് പദ്ധതിയെക്കുറിച്ചാണ്.
ഈ സമരം ചെയ്യുന്ന ചെറുപ്പക്കാർ പിന്മാറണം ഈ സമരത്തിൽ നിന്ന് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഏതൊക്കെയോ തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് അവർ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. വളരെ ആകർഷകമായിട്ടുള്ള യുവാക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്ന, സൈന്യത്തിൻ്റെ കാര്യക്ഷമതയും യുവത്വവും വർദ്ധിപ്പിക്കുന്ന, എന്ന് പറഞ്ഞാൽ സൈന്യത്തിനും പ്രയോജനപ്രദമാണ്, യുവാക്കൾക്കും പ്രയോജനപ്രദമാണ്. അത്തരത്തിലുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ള അഗ്നിപഥ് പദ്ധതി. ആ പദ്ധതിയുടെ പേരിൽ തെറ്റിദ്ധാരണയ്ക്ക് ഇടയായിട്ട് സമരം ചെയ്യുന്ന ചെറുപ്പക്കാരാണ് ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവർ സമരത്തിൽ നിന്ന് പിന്മാറണം. സൈനികരുടെ ക്ഷേമത്തിൻ്റെ കാര്യത്തിലും യുവാക്കളുടെ ഭാവിയെ സംബന്ധിച്ചും ഈ രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചും ഈ 3 കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു സർക്കാരാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. 1 റാങ്ക് 1 പെൻഷൻ ഉൾപ്പെടെ സൈനികർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള നിരവധി പദ്ധതികൾ, നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള ഒരു സർക്കാരാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒരാശങ്കയുടെയും ആവശ്യമില്ല എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയുമാണ് ഞാൻ ആമുഖമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ചോദ്യങ്ങളുടെ ഭാഗമായിട്ട് ചെയ്യും. സ്വപ്നയുടേതെന്ന പേരിൽ പുറത്തു വരുന്ന മൊഴികളും സ്വപ്നയുടെ ആരോപണങ്ങളും നേരത്തെ തന്നെ ഈ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ തന്നെ ഇവർ കോടതിക്ക് മുൻപാകെ പറഞ്ഞിട്ടുള്ളതാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അങ്ങനെയെങ്കിൽ അന്ന് ശരിയായ നിലയിൽ അന്വേഷിച്ചു എന്ന് BJP പറയുന്ന കസ്റ്റംസ് ആയാലും മീഡിയ ആയാലും ആ രീതിയിലേക്ക് പോകാതിരിക്കാനുള്ള കാരണം എന്തായിരിക്കും? അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ED പഴയ മൊഴിയും ഇപ്പോഴത്തെ ഇതിൻ്റെയും ഒക്കെ പകർപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്ന മൊഴികൾ അതുതന്നെയാണോ, നേരത്തെ അവർ കൊടുത്തിരിക്കുന്ന കാര്യം ഇത് അതുതന്നെയാണോ ഇപ്പോൾ വീണ്ടും പുറത്തു വന്നിരിക്കുന്നത്? ഈ കാര്യങ്ങൾ ED പരിശോധിക്കാൻ തയ്യാറാണെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിനർത്ഥം EDയെ സംബന്ധിച്ചിടത്തോളം അതിൽ വേറെ താല്പര്യങ്ങളൊന്നുമില്ല. അവർ അതിനെക്കുറിച്ച് ഏതെങ്കിലും കാര്യത്തിൽ അവരുടെ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യങ്ങൾ വന്നിട്ടുണ്ടോ, അതോ അന്ന് പറഞ്ഞത് തന്നെയാണ് ഇവർ പറയുന്നത് എന്ന് പുറത്തു വന്നിട്ടുണ്ടെങ്കിലും വസ്തുതകൾ അത് തന്നെയാണോ എന്നുള്ളത് ED പരിശോധിക്കാൻ തയ്യാറാണ്. അപ്പോൾ അതിനർത്ഥം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം പുതുതായിട്ടുള്ള വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് തുടർ നടപടി എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണമല്ലോ ആ തരത്തിലുള്ള മൊഴിക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ കാര്യം. നേരത്തെ തന്നെ അവരുടെ കൈവശം ഇതെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സ്വപ്ന അവരെ പറയുന്നത്. NIA അന്വേഷിച്ചു, കസ്റ്റംസ് അന്വേഷിച്ചു, ED അന്വേഷിച്ചു. ഈ അന്വേഷണത്തിൽ നിന്ന് ഒരു ഭാഗത്ത് എത്തിയപ്പോൾ അത് മുഴുവനായും സ്റ്റോപ്പ് ആവുകയായിരുന്നു ചെയ്തത്. അങ്ങനെ സ്റ്റോപ്പായെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ കേസ് അവസാനിപ്പിച്ചിട്ടില്ലല്ലോ. സ്റ്റോപ്പ് ആവുക എന്ന് പറഞ്ഞാൽ അർത്ഥം ആ കേസിൽ ഇനി ഒന്നും അന്വേഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യുമ്പോഴാണ്. അങ്ങനെ ക്ലോസ് ചെയ്തതായിട്ട് എൻ്റെ അറിവില്ല. അന്ന് മാത്രമല്ല, ആ കേസിൻ്റെ അന്നത്തെ വിവരങ്ങളും അന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ, ഇപ്പോൾ കൊടുത്തിട്ടുള്ള മൊഴി, ഇതിൽ എന്തെങ്കിലും പുതുതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ആയിരിക്കുമല്ലോ ED അതിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ആരോപണ വിധേയമായിട്ടുള്ള സ്ത്രീയെയും വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവരിൽ നിന്ന് വിശദാംശങ്ങൾ തേടാൻ വേണ്ടിയിട്ട് ED നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നുള്ളതും ഞാൻ വാർത്തകളിലൂടെ മനസ്സിലാക്കി. അപ്പോൾ അതിനർത്ഥം പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ അന്വേഷണം തുടരുന്നു എന്ന് തന്നെയാണ്. ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ EDയും കസ്റ്റംസും ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അന്വേഷണത്തിൽ BJPക്ക് തൃപ്തിയുണ്ടോ? അല്ല, അത് അന്വേഷണം ഞങ്ങളല്ലല്ലോ നോക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ് നോക്കുന്നത്. അല്ല, അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സാധ്യമല്ല. കാരണം അന്വേഷണത്തെക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടി ഒരു ഘട്ടത്തിലും ആ അന്വേഷണം എങ്ങനെ നടക്കുന്നു, എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വിശദാംശങ്ങൾ അറിയാൻ പറ്റില്ലല്ലോ. കേരളത്തിലെ പോലീസിനെ കുറിച്ചും കേരളത്തിലെ ക്രൈംബ്രാഞ്ചിനെ കുറിച്ചും താങ്കൾ പറയുന്നുണ്ട്. അതെ,
മോശമാണെന്ന് പറയുന്നുണ്ട്. Correct. ആ ഒരു അഭിപ്രായം ഇവിടെ ഉണ്ടാവില്ലേ, ശരിയാണോ തെറ്റാണോ എന്നുള്ളത്? ആ അഭിപ്രായങ്ങൾ പറയുന്നതിനുള്ള വിവരങ്ങൾ കിട്ടുന്നത് കൊണ്ടാണ് അത് പറയുന്നത്. അങ്ങനെയുള്ള കാര്യം എല്ലാ കേസിലും ഞങ്ങൾ പറയാറില്ല. മാത്രമല്ല കേരള പോലീസിനെ കുറിച്ചും കേരളത്തിലെ ക്രൈംബ്രാഞ്ചും മഹാമോശമാണെന്ന് ഞങ്ങൾ ഒരിക്കൽ പറഞ്ഞിട്ടില്ല. അതിൽ കഴിവുള്ള ധാരാളം ഉദ്യോഗസ്ഥന്മാരുണ്ട്. പക്ഷേ രാഷ്ട്രീയ ഇടപെടലുകൾ കാരണം അവർക്ക് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ ക്രൈംബ്രാഞ്ചിനെ കുറിച്ചും കേരളത്തിലെ പോലീസിനെ കുറിച്ചും ചില കാര്യങ്ങളിൽ ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ നടക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കോ വരാൻ പറ്റുന്ന ഒരു തെളിവുകളും ഇഡിയുടെയും കസ്റ്റംസിന്റെയും കയ്യിലില്ല ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് വരാൻ പറ്റുന്നില്ല എന്നല്ലേ കഴിഞ്ഞ ദിവസങ്ങളിലെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ മൊഴി നിങ്ങൾ തന്നെ കൊടുക്കുന്ന വാർത്ത തെറ്റല്ലേ? അല്ല, അതന്നെ അതിനെ അവർ പറയുന്നത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് അവർ കൊടുത്തിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണല്ലോ. ആ മൊഴി 164 അനുസരിച്ചിട്ടുള്ളതാണ്. അത് തെറ്റായിട്ടുള്ള മൊഴിയാണെങ്കിൽ നിയമ നടപടിക്ക് വിധേയമാകുന്ന മൊഴിയാണ്. അപ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ ഞാൻ സംശയിക്കുകയല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ തന്നെ അത് വിശ്വസിക്കുന്നതുകൊണ്ടാണല്ലോ റിപ്പോർട്ട് ചെയ്തതെന്നാണ് എൻ്റെ ചോദ്യം. അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണ് ഇ ഡി വീണ്ടും അവരെ ഈ കാര്യത്തിലെ വിശദാംശങ്ങൾക്ക് വേണ്ടിയിട്ട് അന്വേഷണത്തിനായിട്ട് വിളിപ്പിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇ ഡിയുടെ അന്വേഷണം ഞാനിപ്പോൾ പെർഫെക്റ്റ് അല്ല എന്ന് പറഞ്ഞാലും പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞാലും രണ്ടാണെങ്കിലും അതൊരു വാർത്തയാക്കാൻ വേണ്ടിയിട്ട് ഈ ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നില്ല. അല്ല, ഞാനത് പറഞ്ഞല്ലോ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഇനിയിപ്പോൾ വീണ്ടും ആവർത്തിച്ചിട്ട് ഈ വീണ്ടും ഒരു ചോദ്യം വീണ്ടും ക്ലാരിറ്റി ഞാൻ പറഞ്ഞല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞത് വളരെ നിങ്ങളുടെ മുന്നിലുണ്ട്. ആ ചോദ്യത്തിന്റെ മറുപടി, ആ മറുപടിക്ക് അപ്പുറത്തേക്ക് തുടക്കം മുതൽ ഈ കേസിൽ അഭിപ്രായ പ്രകടനം നടത്തുകയും നിരീക്ഷണം നടത്തുകയും ചെയ്യുന്ന ഒരു മന്ത്രിയാണ്. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള ഒരു വർഷത്തിലേറെ നീണ്ട അന്വേഷണമാണ്. ഈ അന്വേഷണ കാര്യങ്ങളുടനീളം ഈ കേന്ദ്ര ഏജൻസികളുടെ പ്രകടനവുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ഒരു തരത്തിലുള്ള വിവരശേഖരണവും താങ്കൾ നടത്തിയിട്ടില്ലേ? എല്ലാ വിവരങ്ങളും നടത്തിയിട്ടുള്ളത് എനിക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റില്ലല്ലോ. എന്നാലും ഒരു പൊതു നിരീക്ഷണം ഉണ്ടാവുള്ളൂ. അന്വേഷണ ഏജൻസി എങ്ങനെ ഈ കേസ് മുന്നോട്ട് പോകുന്നു? അന്വേഷണ ഏജൻസി അവർക്ക് കിട്ടിയിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വളരെ ഫലപ്രദമായിട്ട് മുന്നോട്ട് പോകുന്നു. ആ തെളിവുകൾ ഇല്ലാതാക്കാനും അന്വേഷണ ഏജൻസികളെ തടസ്സപ്പെടുത്താനുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നടപടികൾ, ആ നടപടികളാണ് അന്വേഷണ ഏജൻസികൾക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പല ഘട്ടങ്ങളിലും വിഘാതമായിട്ട് വന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥനെ അടക്കം കോടതി കയറ്റാൻ ശ്രമം നടന്നല്ലോ. ആ കോടതി കയറ്റാനുള്ള ശ്രമം നടക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ആ ഉദ്യോഗസ്ഥൻ്റെ മനോവീര്യം തകർക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ അങ്ങനെയുള്ള മനോവീര്യം തകർക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ അന്വേഷണം ആവശ്യപ്പെട്ടു എന്ന് പറയുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താ? അതിൻ്റെ ഉദ്ദേശം ഈ അന്വേഷണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് സംസ്ഥാന സർക്കാരിൽ മുഖ്യമന്ത്രിയാണോ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ളവരാണോ ആർക്കൊക്കെയോ വലിയ അപകടം ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇത് നടക്കുന്നത്. അതൊക്കെ സാമാന്യ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ഊഹിക്കും. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മാത്രം ഞാൻ പറഞ്ഞതായിട്ട് കണക്കാക്കിയാൽ മതി. എൻ്റെ വായിൽ നിന്ന് പുതിയ വാക്കുകൾ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഞാൻ പറഞ്ഞത് വളരെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ്. നമുക്ക് കാണാം. കെ ടി ജലീൽ ഭാവി മുഴുവൻ മുൻകൂട്ടി കണ്ടിട്ട് നടത്തുന്ന പ്രവാചകനൊന്നുമല്ലല്ലോ. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി മുന്നോട്ട് പോകണമെന്നുള്ള വ്യക്തമായ ആവശ്യമാണുള്ളത്. ഇ ഡി അന്വേഷിക്കട്ടെ. അന്വേഷിച്ചിട്ട് അവർക്ക് കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കണം. തെളിവുകൾ പുറത്തു വരികയല്ലോ. അത് അന്വേഷണ ഏജൻസിയല്ലേ കണ്ടുപിടിക്കട്ടെ. അവർ കണ്ടുപിടിക്കും. ഇപ്പൊ ഏതാണ്ട് കേസ് വന്നിട്ട് ഏതാണ്ട് 2 വർഷത്തോളായി. താങ്കൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒരുപാട് ആരോപണം ഉന്നയിച്ചു. സ്വപ്നയുടെ മൊഴികളായി പുറത്തു വന്നു. ഈ ഘട്ടത്തിൽ ഒരു ആരോപണത്തിലുപരിയായിട്ട് മുഖ്യമന്ത്രി ഇങ്ങനെ സ്വർണ്ണ കള്ളക്കടത്ത് ചെയ്തു എന്ന് BJP വിശ്വസിക്കുന്നു. സംശയം, അങ്ങനെയുള്ള വലിയ ഗുരുതരമായിട്ടുള്ള ഗൗരവത്തോടുള്ള സംശയമുണ്ട്. അദ്ദേഹം പങ്കാളിയായി. കാരണം അദ്ദേഹം പങ്കാളിയായി എന്ന് പറയാൻ കാരണം 2-3 കാര്യങ്ങൾ ഞാൻ പറയാം.
കേരളത്തിലെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഡിപ്ലോമാറ്റിക് ID കൊടുത്തത് എന്ത് നിയമത്തിൻ്റെ ഏത് അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ കോൺസുലേറ്റുകളുണ്ട്. ആ സംസ്ഥാനങ്ങളിലെ കോൺസുലേറ്റുകളും കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് അവിടുത്തെ മുഖ്യമന്ത്രിമാരും അവിടുത്തെ മന്ത്രിമാരും ഇതുപോലെയുള്ള ബന്ധം പുലർത്തിയതായിട്ട് നമ്മളാരും കേട്ടിട്ടില്ല. അങ്ങനെയുള്ളൊരു ബന്ധം, അവിഹിതമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ബന്ധം എന്തിനു പുലർത്തി? ഒന്ന്, ആ ബന്ധം പുലർത്തുമ്പോൾ തന്നെ ഇവർക്ക് ഡിപ്ലോമാറ്റിക് ID കൊടുക്കാനുള്ള അധികാരം, ആ അധികാരം കേരള സർക്കാരിന് ആര് കൊടുത്തു? കോൺസുലേറ്റിലെ അക്കൗണ്ടൻറ്റിന് പോലും ഡിപ്ലോമാറ്റിക് ID കേട്ടുകേൾവില്ലാത്ത കാര്യമാണ്. എംബസികളിൽ പോലും അക്കൗണ്ടന്റുമാർക്ക് ഡിപ്ലോമാറ്റിക് ID ഇല്ല. ഡൽഹിയിലെ എംബസിമാരെയും അംബാസഡർമാരെയും കോൺസുൽ ജനറൽമാരെയും ഒക്കെ നേരിട്ട് ഇടപഴകുന്ന ഒരാളാണ് ഞാൻ. കോൺസുൽ ജനറൽമാർക്ക് പോലും ഡിപ്ലോമാറ്റിക് IDക്ക് ചില പരിമിതികളുണ്ട്. അംബാസഡർമാർക്കും ഹൈക്കമ്മീഷണർമാർക്കുമാണ് ഡിപ്ലോമാറ്റിക് ID. പക്ഷേ ഇവിടെ കോൺസുലേറ്റിലെ അക്കൗണ്ടൻറ്റിന് അടക്കം ഡിപ്ലോമാറ്റിക് ID കൊടുക്കുന്നു. ആ ഡിപ്ലോമാറ്റിക് ID ഉപയോഗിച്ചുകൊണ്ട് വിമാനത്താവളങ്ങളിലെ സുരക്ഷാ പരിശോധനയില്ലാതെ ഏത് വസ്തുവും എടുത്ത് ഈ അക്കൗണ്ടൻറ്റിന് നിർബാധം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ കഴിയുന്നു. ആ വഴി ഉപയോഗിച്ചിട്ടാണ് സ്വർണം കടത്തിയത് എന്നും ആ വഴി ഉപയോഗിച്ചിട്ടാണ് ഇവിടുന്ന് ഡോളർ കടത്തിയത് എന്നുമുള്ള ആരോപണങ്ങൾ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയിക്കണ്ടേ? മാത്രമല്ല, ഇത് കഴിഞ്ഞ ഉടനെ സെക്രട്ടേറിയറ്റിലെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഈ ഡിപ്ലോമാറ്റിക് ID കൊടുക്കുന്ന വിഭാഗത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നു. എല്ലാ രേഖകളും കത്തി നശിക്കുന്നു. ഇത്രയും ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിക്ക് പങ്കില്ല എന്ന് സംശയിക്കണമെങ്കിൽ സാമാന്യ ബുദ്ധിക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് ഞാൻ ഇത്രയും നടക്കുമ്പോൾ സംശയത്തിൻ്റെ നിഴലിലേ മുഖ്യമന്ത്രിയെ നിർത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആര് ശ്രമിച്ചു എന്ന് അദ്ദേഹം കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവരട്ടെ. ഈ തെളിവ് നശിപ്പിക്കാൻ, ഈ ഡിപ്ലോമാറ്റിക് ID കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ആരുടേതായിരുന്നു എന്ന് അദ്ദേഹം കണ്ടുപിടിക്കണം. അദ്ദേഹത്തിൻ്റെ ചുമതലയിലുള്ള വകുപ്പല്ലേ ജനറൽ അഡ്മിനിസ്ട്രേഷൻ. ജനറൽ അഡ്മിനിസ്ട്രേഷൻ അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള ചുമതലയുടെ വകുപ്പിൽ, ആ വകുപ്പിൽ നിന്ന് അനധികൃതമായിട്ടൊരു വിദേശ പൗരന് ഡിപ്ലോമാറ്റിക് ID കൊടുത്തത് വലിയ കുറ്റമല്ലേ? എന്താ മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ഒരു നടപടി എടുക്കാത്തത്? അത് അന്വേഷിക്കാൻ എന്താ വിജിലൻസിനെ ഏർപ്പെടുത്താത്തത്? അത് അന്വേഷിക്കാൻ എന്താ ക്രൈംബ്രാഞ്ചിനെ ഏർപ്പെടുത്താത്തത്? അത് അന്വേഷിക്കാൻ എന്താ അന്വേഷണ കമ്മീഷനെ വെക്കാത്തത്? കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ ഏജൻസികൾക്കെതിരായിട്ട് അന്വേഷണ കമ്മീഷനെയും വിജിലൻസിനെയും കയറൂരി വിടുന്ന മുഖ്യമന്ത്രി സ്വന്തം സർക്കാരിലെ ഇനി ഇത് വീഴ്ചകളാണെങ്കിൽ ആ വീഴ്ചകൾ കണ്ടുപിടിച്ച് അതിൽ കുറ്റക്കാരെ കണ്ടുപിടിക്കണ്ടേ, കൊണ്ടുവരണ്ടേ മുന്നിൽ? പിന്നെ ഇങ്ങനെ മുഖ്യമന്ത്രിയെ കുറ്റവിമുക്തനാക്കുക? അതാണ് എൻ്റെ മനസ്സിൽ. 2 വർഷമായിട്ടും ഇഡിക്കും കസ്റ്റംസിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. 2 വർഷമായി എന്നുള്ളതിൽ നിങ്ങൾ ഈ 2 വർഷം എന്നുള്ളതിൽ 2 വർഷം ഒരുപക്ഷെ നാളെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ 2 വർഷം എന്ന് പറഞ്ഞാൽ കാര്യമില്ലല്ലോ. അങ്ങനെ വിശ്വാസ്യത അതിന് തരേണ്ട കാര്യമൊന്നുമില്ല. രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചത് 8 കൊല്ലത്തിന് ശേഷമാണ്. 2 വർഷം എന്നുള്ള കാലയളവൊന്നും ആരും നിശ്ചയിച്ചിട്ടില്ലല്ലോ. പല കേസുകളും 2 വർഷത്തിൽ കൂടുതൽ സമയം എടുക്കും. പുതിയ തെളിവുകൾ അപ്രതീക്ഷിതമായിട്ട് കിട്ടുമ്പോൾ അത് വരും. അങ്ങനെയുള്ള പലതും വരും. പൂർണ്ണമായും കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള വിമാനത്താവളത്തിലൂടെ സ്വർണ്ണക്കടത്ത് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വിമാനത്താവളത്തിൽ ഡിപ്ലോമാറ്റിക് ID കൊടുത്ത് വിമാനത്താവളത്തെ ദുരുപയോഗപ്പെടുത്തിയ ആളുകളാണ് ഈ പറഞ്ഞത്. പൂർണ്ണമായും നിയന്ത്രണത്തിലാണ്. പക്ഷേ ഡിപ്ലോമാറ്റിക് IDയുടെ കൊടുക്കുന്ന പരിരക്ഷ നൽകാൻ CISFന് ബാധ്യതയുണ്ട്, കസ്റ്റംസിന് ബാധ്യതയുണ്ട്. അത് ID കൊടുത്ത ആൾക്കാരെ ചോദ്യം ചെയ്യാൻ അവർക്ക് പറ്റില്ലല്ലോ. ID കൊടുത്ത ആൾക്കാരാണ് കുറ്റവാളി. നേരത്തെ ഈ സ്വപ്ന ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് വരെ സ്വപ്നയെ തീരെ വിശ്വാസമില്ലാത്ത BJP നേതാക്കൾ ഇപ്പം ജയിലിൽ നിന്ന് ഇറങ്ങി HRTSൽ എത്തുന്നതോടുകൂടി എങ്ങനെയാണ് എല്ലാവരും സ്വപ്നയുടെ ആളാവുന്നു? ഇത് 2 പരാമർശം എനിക്ക് മനസ്സിലായില്ല. സ്വപ്ന ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് വരെ സ്വപ്നയുടെ ഭയങ്കര വിമർശകരായിരുന്നല്ലോ BJP നേതാക്കൾ. എങ്ങനെ? എനിക്ക് മനസ്സിലായില്ല. സ്വപ്നയുടെ വിമർശകർ പറഞ്ഞാൽ സ്വപ്ന പ്രതിയാണ്. ഇപ്പോഴും ഞാൻ പറഞ്ഞ അതല്ലേ, പ്രതിയായിട്ടുള്ള ആളുടെ ആരോപണം എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അവരോട് കൊടുത്തിരിക്കുന്ന മൊഴി തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ അവരെ എൻ്റെ പാർട്ടിയിലൊന്നും ചേർത്തിട്ടില്ലല്ലോ. സ്വപ്ന അന്നും ഈ കേസിൽ പ്രതിയാണ്, ഇപ്പോഴും കേസിൽ പ്രതിയാണ്. ഈ
ഈ സ്വപ്നയെ ബി.ജെ.പിന്റെ ലൈനിലേക്ക് കൊണ്ടുവരാൻ എന്തെങ്കിലും ശ്രമം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടോ? മനസ്സിലായില്ല എനിക്ക്. ബി.ജെ.പി പറയുന്നത് പോലെ പറയാനും മുഖ്യമന്ത്രിയെ കൊടുക്കാനുള്ള മൊഴി കൊടുക്കാനും ഒക്കെ ഒരു പങ്ക്. ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ ആളുകൾ കോടതി ജയിലിലിരുന്നിട്ട് നടത്തിയ ഏർപ്പാടുകളല്ലേ? അങ്ങനത്തെ ഏർപ്പാടുകൾ ഞങ്ങളെങ്ങനെ നടത്തുക? ബി.ജെ.പി എവിടെയാ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ ബി.ജെ.പി പറയുന്ന പോലെയാണ് ചെയ്യുന്നതെന്ന് ആരാ പറഞ്ഞത്? സ്വപ്ന അന്നും കൊടുത്ത മൊഴി തന്നെയല്ലേ ഇത്? അല്ല, ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് അന്നും ഇന്ന് ഒരേ മൊഴി കൊടുത്തു എന്നല്ലേ പറഞ്ഞു? അതെ, ബി.ജെ.പി ഇപ്പോഴും അവര് കേസിൽ പ്രതി തന്നെയാണ്. അവര് പറയുന്നുണ്ടല്ലോ, അവർക്ക് ഭീഷണി നേരിടുന്നു എന്ന് അവരന്ന് തന്നെ പറഞ്ഞല്ലോ. അവര് ആദ്യഘട്ടത്തിൽ CPM-ന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് അവർ ശബ്ദ സന്ദേശം അയച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എന്നെ പുറത്തു വിട്ടതാണ്. അതെ, അന്ന് അതിനുശേഷം അവരെന്തുകൊണ്ട് മാറിയെന്നുള്ളത് അവരോടല്ലേ ചോദിക്കേണ്ടത്, അല്ലെ CPM-നോട് ചോദിക്കണം. ഞങ്ങൾക്ക് ഈ കേസുമായിട്ട് അന്നും ഇന്നും ഒരേ ബന്ധമാണ്. അത് HRDS-ന്റെ ആൾക്കാരോട് ചോദിക്കണം. എനിക്ക് HRDS-നെ അറിയില്ല. അത് SFIയുടെ ചില ആൾക്കാരൊക്കെയാണെന്നല്ലേ പറയുന്നത്. അതിൻ്റെ HRDS-ന്റെ പിന്നിൽ പഴയ SFIക്കാരൊക്കെയാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് വാർത്ത വന്നത്. ഞാൻ BJP-യുടെ ഒരു കുറെ കൊല്ലങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണല്ലോ. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് കേട്ടിട്ടില്ല. ഒരു ഞാൻ പറയുന്നത് അതിനാണല്ലോ ED അന്വേഷിക്കുന്നതെന്നാണ്. എൻ്റെ വിശ്വാസ്യതയില്ലായ്മയല്ല. ED അതായത് രഹസ്യമൊഴി കൊടുത്തു എന്ന് നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം അന്വേഷിക്കാൻ ED പോകുന്നു. നമ്മളിതിൽ ഇനി കൂടുതൽ നിങ്ങൾക്ക് ശ്രമിക്കുന്നത് ഇനി ഗമ്മിന് വേണ്ടിയോ അല്ലെങ്കിൽ തിരുവായ്ക്ക് എതിർവായ്ക്കൊക്കെ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനാണെങ്കിൽ അത് വേണ്ടെന്ന് വെച്ച് മതിയെ. നാം പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവാത്ത ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇനി എൻ്റെ വായിൽ നിന്ന് വരുന്നത് ഗമ്മിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയിപ്പിച്ച് അടങ്ങുമെന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ കുറച്ചു കാലമായില്ലേ ഇതൊക്കെ ചെയ്തത്. ഈ ഗമ്മിനും തിരുവായ്ക്കും വേണ്ടിയിട്ട് ഇങ്ങനെ തുടരെ ചോദിക്കാൻ നിങ്ങൾക്കും നിർദ്ദേശമുണ്ടെന്ന് എനിക്കറിയാം. ചില മാധ്യമ പ്രവർത്തകർക്ക് ഈ നിങ്ങളുടെ എഡിറ്റോറിയലിൽ നിന്നിട്ട് എന്തെങ്കിലും ഒന്ന് വീട് കിട്ടിപ്പിക്കണം എന്ന്. അല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, അതെനിക്ക് മറുപടി ഞാൻ പറഞ്ഞു. ഇതെല്ലാം ഈ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. ആ പറഞ്ഞ മറുപടിയാണ് എനിക്കുള്ളത്. ഒന്നും കൂടി എടുത്ത് നോക്കിയാൽ മതി. അല്ലല്ല, ഉണ്ട്. സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ആ ചോദ്യത്തിന് മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ നടത്തിയ അന്വേഷണം ഇനി നടത്തില്ലല്ലോ. പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം നടക്കും. വിവരം നടത്തി ഇവിടുത്തെ സിൽവർ ലൈനിന്റെ പദ്ധതി അട്ടിമറിച്ചതിന്റെ അങ്ങനെയാണ് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നത്. സിൽവർ ലൈൻ അട്ടിമറിച്ചത് മുഖ്യമന്ത്രി ഇനിയിപ്പോൾ പറഞ്ഞത് കേന്ദ്ര അനുമതി ഇല്ലാതെ മുന്നോട്ട് പോവില്ല എന്നാണല്ലോ. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു പദ്ധതി, കേരളത്തിലെ 10,000-കണക്കിന് ആളുകളെ വഴിയാധാരമാക്കുന്ന പദ്ധതി, 10,000-കണക്കിന് ആളുകളെ കുടിയൊഴിപ്പിക്കുന്ന പദ്ധതി, കേരളത്തിന് ശ്രീലങ്ക പോലെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടാകുന്ന ഒരു പദ്ധതി, അത്തരമൊരു പദ്ധതി നടപ്പിലാക്കരുത് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. കേരളത്തിൽ വേഗതയുള്ള തീവണ്ടികൾ വേണം. അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ കേന്ദ്ര റെയിൽവേ ബോർഡുമായിട്ട് കൂടിയാലോചിച്ചുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കണം. കേരളയിൽ ഒന്നാമത്തെ കാര്യം, ഞാൻ നിങ്ങളുടെ അറിവില്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പൊതുവായിട്ട് ചോദിക്കുക അല്ലല്ല. കാരണം കേരയിൽ എന്ന് പറയുന്നത് ഒരു തീവണ്ടിയല്ല. അല്ലല്ല, കേരയിൽ എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്. ആ കമ്പനി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്നിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ കേരയിൽ സ്വപ്നം കാണാന്ന് പറഞ്ഞാൽ കേരയിൽ ഇപ്പോൾ നിലവിലുണ്ട്. കേരയിൽ ഇനി നാളെ കേന്ദ്ര സർക്കാർ അതിൽ നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ പങ്കാളിത്തം പിൻവലിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെയും കേരയിൽ എന്ന് പറഞ്ഞിട്ട് കേരള ഗവൺമെൻറ് കൊണ്ടുപോകണമെങ്കിൽ അത് അവരുടെ തീരുമാനമാണ്. ഇപ്പോൾ പ്രഖ്യാപിച്ച സിൽവർ ലൈൻ, ഈ സിൽവർ ലൈൻ ഇന്ന് പ്രഖ്യാപിച്ച രീതിയിൽ നടപ്പിലാകുന്ന പ്രശ്നമില്ല.
അക്കാര്യം ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നത് ഇത് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള ഒത്തുകളിയാണെന്നാണ്. കേരളയിൽ ഒത്തുകളിയുണ്ട് എന്നാണ് ഇത്രയും കാലം പറഞ്ഞത്. ഇപ്പോൾ മുഖ്യമന്ത്രിയും അത് മാറിയപ്പോൾ അത് മാറി. ഇത് തന്നെയാണ് നാളെ മറ്റുള്ള കാര്യങ്ങളിലും സംഭവിക്കുക. ഏത് ബുള്ളറ്റ് ട്രെയിൻ? ഇതുപോലത്തെ പ്രശ്നങ്ങളില്ല അവിടെ. അഹമ്മദാബാദും ബോംബെയും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു റെയിൽപാതയും തിരുവനന്തപുരവും കാസർഗോഡും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു റെയിൽപാതയും തമ്മിൽ താരതമ്യമില്ല. കാരണം അതിൻ്റെ എക്കണോമിക്സ് വേറെയാണ്. ഒരുപാട് വികസന പ്രവർത്തനം ചെയ്യുന്ന കേരളത്തിൽ ഈ സിൽവർ ലൈൻ കൂടി വന്നാൽ അത് കേരളത്തിന്റെ വികസനത്തിന് വലിയ ഇതാവുന്നു. LDF വീണ്ടും വരുന്ന ഒരു കുശുമ്പ് BJP. ഒരുപാട് വികസന പ്രവർത്തനം നടത്തുന്നു ആരുടെ വ്യാഖ്യാനം? പൊതുവിൽ നടക്കാത്ത കുറച്ച് പദ്ധതികളൊക്കെ സർക്കാർ നടപ്പാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഗെയിലുണ്ട്, 6 ലൈൻ ഉണ്ട്, അങ്ങനെ കുറച്ച് പദ്ധതികൾ ഈ സർക്കാർ നടപ്പിലാക്കിയോ? അല്ല, ഈ സർക്കാരിന്റെ കാലത്താണോ നടക്കുന്നത്? ഞാൻ പറഞ്ഞു തരട്ടെ. ഗെയിലും സിൽവർ ലൈനും എന്തുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടക്കാതിരുന്നത്? നിങ്ങളുടെ അറിവെന്താ? ആരുടെ പ്രതിഷേധം? ഏത് നാട്ടുകാർ? ഇപ്പൊ പെട്ടെന്ന് നാട്ടുകാരൊക്കെ മനമാറിയോ? CPM-കാരും DYFI-കാരും CPM-കാരും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെ ഇതിനെ എതിർത്തിരുന്നു. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ ആ എതിർപ്പ് പിൻവലിച്ചു. അതിൽ വികസനമൊന്നുമില്ല. ഭരണത്തിൽ വന്നപ്പോൾ നിലപാട് മാറ്റി. അത്ര ഗെയിലിനെ ഞങ്ങൾ അന്നും എതിർത്തിട്ടില്ല, ഇന്നും എതിർത്തിട്ടില്ലല്ലോ. ഇപ്പോൾ എതിർക്കണമെന്ന് ചോദിക്കാൻ അന്ന് എതിർത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇതിലൊന്നും പിണറായി വിജയന്റെ വലിയ നേട്ടമായിട്ട് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കുന്ന ആരാന്നറിയോ? പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കുന്നത് ജനങ്ങൾക്ക് ബോധ്യമാകാത്തത് കൊണ്ടാണ് ജനങ്ങളുടെ മുന്നിൽ കണക്ക് അവതരിപ്പിക്കേണ്ടി വരുന്നത്. ജനങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകൾ അങ്ങനെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കേണ്ട ആവശ്യമില്ല. എല്ലാ കൊല്ലവും നരേന്ദ്രമോദി പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കുന്നില്ല. 8 കൊല്ലമായി നരേന്ദ്രമോദി ഭരിക്കുന്നു. ഓരോ കൊല്ലം പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കേണ്ട ആവശ്യമില്ല. കാരണം നരേന്ദ്രമോദി ചെയ്യുന്നത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ ഭാഗം എന്നുള്ള നിലയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്കിൽ തോറ്റവൻ മറ്റവൻ്റെ കണക്ക് പ്രോഗ്രസ് റിപ്പോർട്ട് കാണിക്കുമോ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. ഈ തോറ്റവൻ ഇല്ലല്ലോ എനിക്ക് 35 കിട്ടിയിട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന സാധനം മറ്റവൻ എന്താ കാണിക്കാത്തതെന്ന് ചോദിക്കുന്നതാണ്. അതിൽ കാര്യമൊന്നും. ഇപ്പം കേരളത്തിലെ BJPക്ക് വലിയ വളർച്ചയില്ല എന്നുള്ള കാര്യം പിന്നെ മിനിസ്റ്റർ തന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്. എന്നാണ് കേരളത്തിൽ BJP അധികാരത്തിൽ? ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ പല ചോദ്യങ്ങളുണ്ടല്ലോ. ചോദ്യത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങളുടെ അസസ്മെൻറ്റിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അന്നത് ചോദിക്കും. അല്ല, അത് ചോദ്യം എന്താണ് നിങ്ങളുടെ ചോദ്യം എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് എനിക്ക് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഒരു നിയമസഭാ സീറ്റ് 2000 ഈ അരുവിക്കരയും നെയ്യാറ്റിൻകരയും അതിനുശേഷം ഉള്ള തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി നേരിട്ടതിന് ശേഷവും BJP മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റതോടുകൂടി CPM-ൻ്റെ സർക്കാർ തകർന്നു എന്ന് നിങ്ങൾ വിലയിരുത്തുമോ? ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ അപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് തൃക്കാക്കര UDF-ൻ്റെ സീറ്റായിരുന്നു. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി 2 തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ട് തോറ്റു. അപ്പോൾ കോൺഗ്രസിന് എഴുതി തള്ളുമോ? വളർച്ചയില്ലെന്ന് നിങ്ങൾ വിലയിരുത്തുമോ? കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഈ രണ്ട് മുന്നണികളുടെയും പ്രവർത്തനത്തിൽ അസംതൃപ്തരായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അവർ ഭാരതീയ ജനതാ പാർട്ടിയോട് അനുഭവം പ്രകടിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ ആ തെരഞ്ഞെടുപ്പുകളുടെ പ്രത്യേകതകളനുസരിച്ച് BJPക്ക് വോട്ട് കൂടിയും കുറഞ്ഞും ഒക്കെ വരും. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും, ജനങ്ങളുടെ വിശ്വാസം ആർജിക്കും, കേരളത്തിലും വലിയ ശക്തിയായിട്ട് മാറും. എനിക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ. എനിക്ക് തമാശയാണ് തോന്നുന്നത് നിങ്ങളുടെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല. അതിന് ആ ചോദ്യം തന്നെയാണ് വേറെ രൂപത്തിൽ ഇദ്ദേഹം ചോദിച്ചത്. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. ഞാൻ അതിൻ്റെ വാർത്തകൾ കണ്ടു. അതിനെക്കുറിച്ച് അടുത്ത ആഴ്ചയോ അതിനപ്പുറത്ത ആഴ്ചയോ കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കാണുന്നുണ്ട്. അപ്പോൾ വിശദാംശങ്ങൾ കണ്ടതിന് ശേഷം, കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ പറയും.
ആയിട്ടുള്ള ആളുകളുടെ മൊത്തം ഉത്തരവാദിത്വവും സംസ്ഥാന സർക്കാരുകൾക്കാണ് എന്ന് പറയും. അപ്പോൾ എല്ലാ ബാധ്യതയും സംസ്ഥാനങ്ങളുടെ ചുമലിൽ കെട്ടിവെക്കുന്നു എന്ന വിമർശനം മന്ത്രിമാരുടെ ഭാഗത്തും ചില പ്രതിനിധികളുടെ ഭാഗത്തും വരുന്നവരാണ്. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ? അല്ലല്ല, അതായത് ഇന്ത്യൻ പൗരന്മാരുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, കേന്ദ്രം, സംസ്ഥാനം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഈ 3 ഘടകങ്ങളാണല്ലോ ഉള്ളത്. ഭരണഘടനയുടെ 73-74 ഭേദഗതി വന്നതിന് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പങ്കുണ്ട്. ഇവർക്കെല്ലാവർക്കുമാണ്. അപ്പോൾ അതിൽ സംസ്ഥാനത്തിന് ചില അധികാരങ്ങൾ വേണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. സംസ്ഥാന അധികാരമൊക്കെ കേന്ദ്രത്തിന് കൈമാറുന്നുള്ള കൊടുക്കാൻ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പാർലമെൻറ്റാണല്ലോ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് കേന്ദ്ര സർക്കാർ നോക്കും. അതുപോലെ ഈ അഗ്നിപഥ് പദ്ധതിയിൽ പ്രതിഷേധം തുടരുമ്പോൾ, അതായത് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വമുള്ള ഒരു ജോലിയാണ് സൈനിക ജോലി. കാരണം മികച്ച സേവന വേതന വ്യവസ്ഥ, കഴിഞ്ഞാൽ മികച്ച രീതിയിലുള്ള പെൻഷൻ, പക്ഷേ ഇതെല്ലാം ഈ സംവിധാനത്തെ പോലും അട്ടിമറിച്ചുകൊണ്ടുള്ള കേവലം 4 വർഷത്തേക്ക് ഒരു കരാർ ജോലി പോലെ സൈന്യത്തെ മാറ്റിമറിക്കുന്നത്. ആ വിമർശനത്തെ എങ്ങനെയാണ്? ഒന്നാമത്തെ കാര്യം, ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഈ തെറ്റിദ്ധരിക്കപ്പെട്ട യുവാക്കളാണ് ഈ സമരത്തിനിറങ്ങുന്നത്. ഇനി മുതൽ സൈന്യ സേവനം മുഴുവൻ 4 വർഷത്തേക്കായിട്ട് പരിമിതപ്പെടും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാധ്യമങ്ങളുടെ കൂടി ഞാൻ അക്കാര്യത്തിൽ പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. കാരണം മാധ്യമങ്ങൾ ഈ ലേഖനങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില പത്രങ്ങളിൽ വന്ന ലേഖനങ്ങൾ കണ്ടു. ആ ലേഖനങ്ങൾ മുഴുവൻ ഈ പദ്ധതിയുടെ വിമർശനമുള്ള ലേഖനങ്ങളാണ്. ഈ പദ്ധതിയുടെ ഗുണവശങ്ങൾ ഉള്ള അഭിപ്രായമുള്ള ധാരാളം ആളുകൾ സൈന്യത്തിൽ നിന്ന് വിരമിച്ചവരും സൈന്യവുമായിട്ട് ബന്ധമുള്ളവരുമായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. ഒരു പത്രം ഒരു ലേഖനം കൊടുക്കുമ്പോൾ 2 ലേഖനം കൊടുക്കുന്നു. ഒരു ലേഖനം എതിർത്തുള്ള വശം കൊടുക്കാം, മറുവശം കൂടി കൊടുക്കാമല്ലോ. അപ്പോൾ മാധ്യമങ്ങൾ കൂടി സമചിത്തതയോടുകൂടി ഈ പ്രശ്നത്തെ കാണണം എന്നെനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട് മാധ്യമ മാനേജ്മെൻറ്റുകളോട്, മാധ്യമ പ്രവർത്തകരോട്. സൈന്യത്തിൻ്റെ റിക്രൂട്ട്മെൻറ്റ് മുഴുവൻ ഇനി 4 വർഷത്തേക്കായിട്ട് പരിമിതപ്പെടുന്നു എന്നുള്ള തെറ്റിദ്ധാരണ തെറ്റാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് NCC ഉണ്ട്. NCCയിൽ നിന്ന് എത്രയോ വർഷം പ്രവർത്തിക്കുന്നുണ്ട്. NCCയിലുള്ള എല്ലാവർക്കും ജോലി കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നില്ല. ഇതേപോലെ സൈന്യത്തിൻ്റെ ഭാഗമായിട്ട് 4 വർഷം പ്രവർത്തിക്കാനുള്ള അവസരം, ആ അവസരമുണ്ടാകുന്നു. അത് കഴിഞ്ഞിട്ട് 25% ആളുകൾക്ക് നേരിട്ട് സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ 4 വർഷത്തെ ഒരു തരത്തിൽ സൈന്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരിശീലനം കൂടിയായിട്ട് അതിനെ കണ്ടാൽ മതി. ഇനി ഞാൻ സൈന്യത്തിൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് അഗ്നിവീറായിട്ട് മാറി, അല്ലെങ്കിൽ അഗ്നിപഥ് പദ്ധതിയുടെ ഭാഗമായി, അത് കഴിഞ്ഞിട്ട് എൻ്റെ ഭാവി അപകടത്തിലായി. ഇല്ല, ഏതാണ്ട് 12 ലക്ഷം രൂപ നികുതി ഈടാക്കാത്ത തുകയായിട്ട് 12 ലക്ഷം രൂപ കിട്ടുന്നു. അവർക്ക് 17 വയസ്സിൽ ചേരുന്ന ആളുകളാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവരുടെ വിദ്യാഭ്യാസം, തുടർ വിദ്യാഭ്യാസത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള അവർക്ക് വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. അവർക്ക് വിവിധ തൊഴിലവസരങ്ങളിൽ പ്രാധാന്യം കിട്ടുന്നു. 25% ആളുകളെ, അല്ലെങ്കിൽ കൂടുതൽ ആവശ്യം വരുമ്പോൾ അത്രയും ആളുകളെ സൈന്യത്തിലേക്ക് നേരത്തെ ഉള്ളതുപോലെ തന്നെ 15 വർഷത്തേക്ക് അല്ലെങ്കിൽ കൂടുതൽ കാലത്തേക്ക് അവരെ റിക്രൂട്ട് ചെയ്യുന്നു. ഇപ്പോൾ സൈന്യത്തിന് എവിടെയാണ് റിക്രൂട്ട്മെൻറ്റ് കുറയുന്നത്? മാത്രമല്ല, നമ്മുടെ കാർഗിൽ യുദ്ധത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള സുബ്രഹ്മണ്യം കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ ശുപാർശയിൽ ഈ വിഷയങ്ങളൊക്കെ അന്ന് തന്നെ മുന്നോട്ട് വെച്ചതാണ്. കഴിഞ്ഞ കോൺഗ്രസ് സർക്കാർ അതിനുശേഷം എത്ര ചർച്ച ചെയ്തു ഈ വിഷയത്തെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഈ സർക്കാർ സൈന്യത്തിൻ്റെയും സേനാ വിഭാഗങ്ങളുടെയും സേനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളുടെയും ഇടയിൽ വളരെ വിശദമായിട്ടുള്ള ചർച്ച നടത്തിയതിന് ശേഷമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ലോകത്തെ നിരവധി രാജ്യങ്ങളിൽ ഈ സംവിധാനം നിലവിലുണ്ട്. മാത്രമല്ല, ഈ പ്രതിഷേധം എന്ന് പറയുന്നത്, അഗ്നിപഥിനെതിരെയുള്ള പ്രതിഷേധം എന്നൊക്കെ പറയുന്നത്, ഇപ്പം ഇന്നലെ ഇവിടെ നടന്ന സമരം ഞാൻ മനസ്സിലാക്കിയത്, നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തത്, ഈ റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തണം എന്നാവശ്യപ്പെട്ടിട്ടാണ്. അല്ലാതെ അഗ്നിപഥിനെതിരായിട്ടുള്ള സമരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിനെ ആ രീതിയിൽ ചില ആളുകൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷേ
അവർക്ക് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫസ്റ്റ് സ്റ്റേജ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫിസിക്കൽ ടെസ്റ്റും മറ്റേതൊക്കെ കഴിഞ്ഞു, മെഡിക്കൽ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമുള്ള കോമൺ എൻട്രൻസ് നടത്തിയില്ല. അതിന് നടത്തില്ലേ എന്നുള്ള ആശങ്ക, ഇതൊക്കെയാണ് അവരെ പ്രതിഷേധത്തിലേക്ക് തള്ളിവിട്ടിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് റിക്രൂട്ട്മെൻറ്റ് അവർക്ക് നടത്തണം എന്നുള്ള താല്പര്യമാണ്. അതല്ലാതെ അഗ്നിപഥ് എന്നുള്ള പദ്ധതിക്കെതിരാണ് ഈ നാട്ടിലെ യുവാക്കളെല്ലാവരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രീതിയിൽ ആ കൂട്ടത്തിലും ചില ആൾക്കാർ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത് മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു പോയി. ഇന്നലെ പല ചാനലുകളിലും അഗ്നിപഥിനെതിരായിട്ടുള്ള പ്രതിഷേധം കേരളത്തിലും എന്ന് ഹെഡിങ് ഒക്കെ വന്നു. പക്ഷേ ഇന്ന് പല പത്രങ്ങളിലും വന്നത് ഈ റിക്രൂട്ട്മെൻറ്റ് നടത്തണം എന്നുള്ള അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് അവിടെ ചെറുപ്പക്കാരുണ്ടായിരുന്നത്. അത് അവരുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരുടെ ന്യായമായിട്ടുള്ള ആശങ്കയാണ്. തീർച്ചയായിട്ടും ബന്ധപ്പെട്ട ആളുകൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ അഗ്നിപഥിനെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ കാര്യത്തുമ്പോൾ പ്രതിഷേധം ഗൂഢാലോചന ഉണ്ടെന്ന് എന്തെങ്കിലും? അല്ല, അതിപ്പോൾ ഗവൺമെൻറ് അന്വേഷിച്ചിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് നടപടി എടുക്കുമല്ലോ. ഇപ്പം ഞാൻ ഗൂഢാലോചന ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ഇന്നലെ ഈ വാർത്തകൾ കണ്ടിട്ടുള്ള വിവരവും പിന്നെ അത്യാവശ്യം ഇതിനെക്കുറിച്ചുള്ള പദ്ധതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും മന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ബാക്കി വിശദാംശങ്ങൾ ഗൂഢാലോചനയൊക്കെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ട ആൾക്കാരെ അന്വേഷിക്കും. അതെ, അതായത് അഗ്നിപഥ് പദ്ധതിയിലൂടെ വരുന്ന ആളുകൾക്കായിരിക്കും ഇനി റിക്രൂട്ട്മെൻറ്റ് നടക്കുക, ജനറൽ റിക്രൂട്ട്മെൻറ്റ്. അല്ലാത്ത പല സ്പെഷ്യലൈസ്ഡ് റിക്രൂട്ട്മെൻറ്റ്സ് നടക്കുമായിരിക്കും. ഇന്നും ഞാൻ കണ്ടു എയർഫോഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ പരസ്യം പത്രത്തിലുണ്ട്, 1/2 പേജ് പരസ്യം. ഒരു വശത്ത് എയർഫോഴ്സിൻ്റെ മേധാവി തന്നെ പറഞ്ഞിട്ടുണ്ട് ഉടൻ തന്നെ ഞങ്ങൾ അഗ്നിപഥിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇറങ്ങും, അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കും. അതേസമയത്ത് ചില സ്പെഷ്യലൈസ്ഡ് ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തുമായിരിക്കും. അപ്പോൾ എല്ലാ റിക്രൂട്ട്മെൻറ്റും നിർത്തിവെച്ചു എന്നതിന് അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇത് തന്നെ ചോദിക്കേണ്ടി വരും. ആണോ? അങ്ങനെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് ആകെ പറഞ്ഞത് ഇന്നൊരു അതിപ്പോൾ പറഞ്ഞതാണ്. ആ ശരി. ചോദിക്കാൻ കാരണം മോദി ഗവൺമെന്റുമായി കേരള ഗവൺമെന്റും മുഖ്യമന്ത്രിയും മികച്ച രീതിയിൽ സൗഹൃദത്തിൽ പോകുന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തുണ്ടായിട്ടുള്ളത്. അതായത് ഗഡ്കരി തന്നെ കേരളത്തിലെ ദേശീയപാത വികസനത്തിൽ മുഖ്യമന്ത്രിയെ പ്രശംസിച്ചുവെന്ന മറ്റൊരു റിപ്പോർട്ടുകളുണ്ട്. ഇവിടുത്തെ വികസന പ്രവർത്തനം നേരത്തെ പരാമർശിച്ച ജയിൽ ഉൾപ്പെടെ വളരെ നന്നായി നടത്തിയെന്ന് പ്രധാനമന്ത്രിക്ക് തന്നെ വിലയിരുത്തുന്നതായിരുന്നു വാർത്തകൾ. ഇങ്ങനെ മോദി സർക്കാരിലെ മന്ത്രിമാർ പലരും മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പ്രശംസിക്കുന്ന സ്ഥിതിയാണ്. പക്ഷേ മന്ത്രി വി മുരളീധരൻ മാത്രം വിമർശനമായി മാറുന്നുണ്ടാണ്. ഇങ്ങനെ ഞാൻ വിമർശിക്കുന്നില്ലല്ലോ. ഇവരെല്ലാവരും കേന്ദ്ര സർക്കാരിലെ ഒരു മന്ത്രിയും രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ ഒരു സർക്കാർ എന്നുള്ള നിലയിലോ അല്ല വിലയിരുത്തൽ നടത്തുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് പറയും, കള്ളക്കടത്ത് നടത്തിയാൽ കള്ളക്കടത്ത് നടത്തി എന്ന് പറയും. കള്ളക്കടത്ത് നടത്തിയത് നല്ലതാണെന്ന് എപ്പോഴെങ്കിലും നിതിൻ ഗഡ്കരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തിരുത്താം. നിതിൻ ഗഡ്കരി ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരു മുഖ്യമന്ത്രി കള്ളക്കടത്ത് നടത്തുന്നത് നല്ല കാര്യമാണ്, ബാക്കിയുള്ളവർക്കും കള്ളക്കടത്ത് നടത്താൻ അധികാരമില്ല എന്ന് നിതിൻ ഗഡ്കരി എവിടെയും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല ഈ അന്വേഷണം നടക്കുന്നതൊക്കെ കേന്ദ്ര സർക്കാർ തന്നെയല്ലേ. അപ്പോൾ 100% എല്ലാ കാര്യങ്ങളിലും 100% മാർക്ക് ഈ സർക്കാരിന് കേന്ദ്ര സർക്കാരിലെ ഒരു മന്ത്രി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവർ ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണെന്ന് പറയും. കേരള സർക്കാരാണ് തിരിച്ചു ചെയ്യുന്നത്. കേരള സർക്കാർ ഏത് കാര്യം ചെയ്തു കഴിഞ്ഞാലും കുറ്റപ്പെടുത്തുകയാണ്. എന്ത് ചെയ്തു കഴിഞ്ഞാലും കുറ്റപ്പെടുത്തുന്ന സമീപനം കേരള സർക്കാർ മാറ്റണം. കേരള സർക്കാരിലെ മന്ത്രിമാരും മാറ്റണം.